നമസ്കാരം. 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെമ്പാടും ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ താമര വാടിക്കൊഴിഞ്ഞിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ 400 സീറ്റുകൾ എന്ന മൃഗീയ ഭൂരിപക്ഷം നേടുമെന്ന മോദിയുടെയും അമിത്ഷായുടെയും അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. 400 പോയിട്ട് 271 എന്ന കേവല ഭൂരിപക്ഷം പോലും ബി.ജെ.പിക്ക് നേടാനായില്ല. ഇവിടെ നിന്നും തുടങ്ങുന്നു ബി.ജെ.പിയുടെ പതനം. പിന്നീട് ഇങ്ങോട്ട് തിരിച്ചടിയുടെ മാലപ്പടക്കമായിരുന്നു ബി.ജെ.പിയെ വരവേറ്റത്. സത്യത്തിൽ ഇത്രയും കാലം തങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പ്രവർത്തകരെയും നേതാക്കളെയും മറന്നുകൊണ്ട് കോൺഗ്രസിൽ നിന്നും മറ്റുമെത്തിയ നേതാക്കൾക്ക് മുൻഗണന കൊടുത്തതിലൂടെ ഇത്രയും നാൾ ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെ വഞ്ചിക്കുകയായിരുന്നു ബി.ജെ.പി നേതൃത്വം ചെയ്തത്. ഇതിനുള്ള തിരിച്ചടി എന്നോളമാണ് ഹരിയാനയിൽ നിന്നും നിരവധി നേതാക്കൾ ബി.ജെ.പി വിട്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ ബി.ജെ.പിക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ് ഇത്തവണ ബി.ജെ.പി വിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത നേതാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നുവെന്ന് ആരോപിച്ചാണ് സന്തോഷ് യാദവ് പാർട്ടി വിട്ടത്. മുൻ സ്പീക്കർ കൂടിയായ സന്തോഷ് യാദവിന്റെ രാജിയുടെ മാതൃകയിൽ കൂടുതൽ പേർ പാർട്ടി വിടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ബി.ജെ.പിയിലെ അതൃപ്തരുടെ എണ്ണം ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേലി നിയമസഭാ സീറ്റിൽ നിന്നും മത്സരിക്കാൻ സന്തോഷ് യാദവ് ആഗ്രഹിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രമന്ത്രി റാവു ഇന്ദ്രജിത്തിന്റെ മകൾ ആരതി സിംഗ് റാവുവിനാണ് ബി.ജെ.പി സീറ്റ് നൽകിയത്. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിന് എഴുതിയ കത്തിൽ എക്കാലത്തും താൻ പാർട്ടിയുടെ തത്വങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് യാദവ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി തന്നെ അവഗണിച്ചതിൽ ദുഃഖമുണ്ട്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തവർക്കാണ് ഇപ്പോൾ വലിയ പരിഗണന ലഭിക്കുന്നത്. ഇത് പാർട്ടി പ്രവർത്തകരിൽ വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ടെന്നും അവർ പറയുന്നു. അതേസമയം ബി.ജെ.പിയിൽ നിന്നും നേതാക്കളുടെ പുറത്തേക്കുള്ള പോക്ക് തുടരുകയാണ്. പാർട്ടിയുടെ മറ്റൊരു വൈസ് പ്രസിഡന്റായ ജി.എൽ. ശർമ്മ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. മുൻ ഹരിയാന മന്ത്രി ബച്ചൻ സിംഗ് ആരെയും ബി.ജെ.പി വിട്ടിരുന്നു. ഇത്തരത്തിൽ ബി.ജെ.പിയിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. ഇത് ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. കാരണം മറുവശത്ത് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത ഊർജ്ജമായി എടുത്തുകൊണ്ട് വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഹരിയാന ഇത്തവണ കോൺഗ്രസ് പിടിച്ചടക്കുമെന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്.